ഇവിടെ തൗഹീദാണല്ലോ ഇവിടെ വിഷയം. അപ്പോൾ സൂറത്ത് സുഹ്റുഫിലെ 45-ാമത്തെ ആയത്ത് ഓതിയിട്ട് മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ അതിൽ തെളിവുണ്ട് എന്ന് സുന്നികൾ സമർത്ഥിക്കാറുണ്ട്, സമസ്തക്കാർ അങ്ങനെ സമർത്ഥിക്കാറുണ്ട്. അപ്പോൾ അതിന് പൂർവ്വകാല മുഫസ്സിറുകൾ ആരെങ്കിലും അങ്ങനെ ഒരു വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എനിക്കെൻ്റെ സംശയം. എൻ്റെ സംശയം അതാണ്. എന്തായാലും മുജാഹിദുകളുടെ ചോദ്യമാണത്. ഖുർആനും സുന്നത്തും മാത്രമേ അംഗീകരിക്കാൻ പറ്റുള്ളൂ, ഇമാമുമാരെ സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയുന്ന മുജാഹിദുകള് ഒരു വിഷയത്തിന് ആയത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആയത്ത് പറഞ്ഞ അപ്പൊ ചോദിക്കും ഇമാമിങ്ങൾ പറഞ്ഞോക്കണോന്ന്. ഇമാമിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പൊ പറയും അത് ആയത്തിലുണ്ടോ. ഇതാണ് മുജാഹിദുകളുടെ സ്വഭാവം. അവർക്ക് വിഷയങ്ങള് കൃത്യമാവുക എന്നതല്ല ലക്ഷ്യം, ആളുകൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കുക എന്നതാണ്. ആ ആയത്തിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. വസ്അൽ മൻ അർസൽന മിൻ ഖബ്ലിക്, നബിയെ അങ്ങേക്ക് മുമ്പ് നാം പറഞ്ഞയച്ച മുർസലുകളോട്, വസ്അൽ മൻ അർസൽന മിൻ ഖബ്ലിക മിൻ റുസുലിന, നബിയെ അങ്ങേക്ക് മുമ്പ് നാം പറഞ്ഞയച്ച ദൂതന്മാരുണ്ട്, മുർസലീങ്ങളുണ്ട്, അവരോട് ചോദിക്കണം. അജഅൽന മിൻ ദൂനിർ റഹ്മാനി ആലിഹത യുഅബദൂൻ, അല്ലാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടാൻ വേറെ ദൈവങ്ങളെ നാം ആക്കിയിട്ടുണ്ടോ എന്ന് അവരോട് അങ്ങ് ചോദിച്ചു നോക്കുക എന്നതാണ്. ഇതാരോടാണ് പറയുന്നത്? ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ആരോട് ചോദിക്കാനാണ് പറയണത്? മൻ അർസൽന മിൻ ഖബ്ലിക മിർ റുസുലിന, അങ്ങേക്ക് മുമ്പുള്ള നമ്മുടെ മുർസലീങ്ങളോട്. അവരാര് പെടും? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പെടും. അവർ വഫാത്തായി പോയിട്ടുണ്ട് എന്നതിൽ തർക്കമില്ലല്ലോ. അതിൽ ആര് പെടും? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, പൂർവ്വപ്രവാചകന്മാരെല്ലാവരും പെടും. അപ്പൊ സലഫികളുടെ വാദം എന്താണ്? മരണപ്പെട്ടു പോയ ആളുകളോട് ചോദിച്ചാൽ അത് അവർക്കുള്ള ആരാധനയാണ്, അവർക്കുള്ള അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ് എന്നാണ് സലഫികൾ മുഴുവനും പറയുന്നത്. അവരുടെ ഈ ആശയത്തിന് കടകവിരുദ്ധാണ് ഈ ആയത്ത്. ഈ ആയത്തനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു ശിർക്ക് ചെയ്യാൻ പറഞ്ഞു എന്ന് പറയേണ്ടി വരും. ഇതിനി അർത്ഥം ഏതെങ്കിലും മുഫസ്സിർ പറയേണ്ട ആവശ്യമുണ്ടോ? ഏത്? മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് നബിയെ അങ്ങ് ചോദിച്ചു നോക്കണം എന്നാണ് നബി തങ്ങളോട് പറയണത്. അപ്പൊ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് എന്ത് ചോദിച്ചാലും, മൺമറഞ്ഞു പോയ വഫാത്തായി പോയ പ്രവാചകന്മാരോട് എന്ത് ചോദിച്ചാലും അത് ഇവര് പറയുന്ന നിർവചനം അനുസരിച്ച് അത് ശിർക്കാവണം. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് നമ്മൾ പറയാറുള്ളത്, നിങ്ങൾ പറയുന്ന ആശയം പാപ്പരത്തരാണ്, നിങ്ങൾ പറയുന്ന ആശയം വിഡ്ഢിത്തരാണ്. നിങ്ങൾ തൗഹീദിന്റെ പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ആശയങ്ങൾ ഖുർആൻ വിരുദ്ധാണ്. കാരണം മൺമറഞ്ഞു പോയ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ പൂർവ്വകാല പ്രവാചകന്മാരോട് ഒന്നും ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ സൂറത്തു സുഹ്റുഫിലെ 45-ാമത്തെ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു ശിർക്ക് ചെയ്യാൻ പറഞ്ഞു എന്ന് പറയേണ്ടി വരും. ഇതാണ് നമ്മൾ അതിനെ കുറിച്ച് പറയാറുള്ളത്. എൻ്റെ സംശയത്തിന് ഇപ്പം മറുപടിയായില്ല. 1200 കൊല്ലത്തോളം അവിടുന്ന് ഇങ്ങോട്ടുള്ള മുഹദ്ദിസ്, മുഫസ്സിറുകൾ ഇവരൊന്നും ഇപ്പോൾ പറയാത്ത ഒരു ആശയമാണ് ഇപ്പം നിങ്ങൾ ഇവിടെ പറയുന്നത്. അല്ല, എന്താ നമുക്ക് അങ്ങനെ പറയാം. ഞാൻ ചോദിക്കാന്നുള്ളത് തഫ്സീറുള്ളവരും കാണുന്നില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചെന്നാൽ നമ്മളെ സംശയം. തഫ്സീറിൽ എന്താ വേണ്ടത്? തഫ്സീർ നിങ്ങൾ പറയുന്ന ആദർശം കാണണം. അല്ല, നമ്മളിതാ പറഞ്ഞത് നിങ്ങൾ ഏകപക്ഷീയമായി അവരോട് വിളിച്ച് തേടാം. കാരണം അള്ളാഹു ഖുർആനിൽ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഓലൊക്കെ കണ്ടിട്ടില്ലേ? 1200 കൊല്ലമായിട്ട് ഇതുവരെ ഓല കണ്ടുകയാണ്. നിങ്ങൾ 98 കൊല്ലമായിട്ടുള്ളൂ ഇവിടെ വന്നിട്ടേ. സമസ്ത ഇവിടെ 98 കൊല്ലമായിട്ടുള്ളൂ. 1200 1300 കൊല്ലം മുമ്പുള്ള കിതാബുകൾ നിങ്ങളുടെ അടുത്തുണ്ടാവുമല്ലോ. അതെവിടെ? അതിലേല പറഞ്ഞത്. നിങ്ങൾ ഈ പറഞ്ഞ ആദർശം ഒരു ഏതെങ്കിലും മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞേര്, നമുക്ക് സംശയം തീർക്കാനാണ്. ഓല് ആയത്ത് കണ്ടിട്ടില്ലേ? ഓർക്ക് ഇതിന്റെ അർത്ഥമൊന്നും അറിയില്ലേ? നിങ്ങൾക്ക് മാത്രം അത് മനസ്സിലായത്? അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. പറഞ്ഞത് അപ്പൊ ഈ ആയത്തിനർത്ഥം ഇതിൽ നിങ്ങൾക്കും തർക്കല്ല, ഞമ്മക്കും തർക്കല്ല, മുജാഹിദും തർക്കല്ല.
മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിക്കൂ നബിയെ. ഇതതിന്റെ അർത്ഥാണോ അല്ലേ? ഇതിന്റെ അർത്ഥം അത് തന്നെയാണ്, ഒരു സംശയമല്ല. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന ആശയം ഈ പിന്നെ മുഫസ്സിറുകൾക്കും ഇവർക്കൊന്നും മനസ്സിലായില്ല. ഇങ്ങക്ക് 98 കൊല്ലം പ്രായമായ സമസ്തക്കാർക്ക് അത് മനസ്സിലായെന്ന് പറഞ്ഞാല് ഞങ്ങൾ പറഞ്ഞ ആശയം എന്താണ്? മുൻകഴിഞ്ഞു പോയ നിങ്ങൾ ഏകപക്ഷീയമായി മഹാന്മാർക്കോട് ചോദിക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ ആശയം. എന്താണ്? മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിക്കൂ എന്ന് ഈ ആയത്തിലുണ്ട്. ഇതാ നമ്മൾ പറഞ്ഞ ആശയം. അതിന് ഒരു കിതാബിലും കൂടി എഴുതി വെക്കേണ്ട ഉസ്താദേ, അവരവരെ കിതാബിൽ എഴുതി വെക്കേണ്ട ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചു പോയ മഹാത്മാക്കളോട് നമുക്ക് ഏകപക്ഷീയമായിട്ട് നമുക്ക് അവരുടെ സഹായം ചോദിക്കാന്ന് ഒരു കിതാബിൽ എഴുതി വെക്കണ്ടേ? ഓല് പറഞ്ഞാലേ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? സുന്നികളാണല്ലോ പറയണത്. എന്തിനാണ് പറയണത്? മൺമറഞ്ഞു പോയ അമ്പിയാക്കളോട് ഒന്നും ചോദിക്കാൻ പാടില്ല എന്നാണ് സലഫികൾ പറയണത്. എന്നാൽ ഖുർആൻ പറയുന്നു നബിതങ്ങളോട് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിക്കൂ നബിയെ. ഇങ്ങനെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് പറയാൻ പാടില്ല എന്നതിനാണ് ഈ ആയത്ത് നമ്മൾ ഓതുന്നത്. അതിന്റെ അർത്ഥം അതാണ്. നിങ്ങളും സമ്മതിക്കുന്നുണ്ട്, നമ്മളും സമ്മതിക്കുന്നുണ്ട്, മുജാഹിദും സമ്മതിക്കണ്ടേ? പിന്നെപ്പം എന്തിനാ തർക്കം? ഇനി മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളോട് അല്ലെങ്കിൽ മഹത്തുക്കളോട് മൺമറഞ്ഞു പോയ സ്വാലിഹീങ്ങളോട് അത് അമ്പിയാക്കൾ സഹായം ചോദിച്ചിട്ടുണ്ടോ? സ്വഹാബത്ത് സഹായം ചോദിച്ചിട്ടുണ്ടോ? പൂർവികർ സഹായം ചോദിച്ചിട്ടുണ്ടോ? അതിനെമ്പാടും തെളിവുകളുണ്ട്. ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്താണ്? മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിക്കൂ നബിയെ. അതിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പെട്ടിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി പോയവരാണ്. അപ്പൊ വഫാത്തായി പോയ ഒരു നബിയോട് ചോദിക്കുന്നത് ശിർക്കാണ് എന്ന സലഫികളുടെ വാദത്തിന് ഘടകവിരുദ്ധാണ് ഈ ആയത്ത് നമ്മൾ പറയണത്. ഉറപ്പല്ലേ? ഇവിടെ ഇപ്പോ ശിർക്കു ആണോ അല്ലേ എന്നല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത്. നിങ്ങൾ നേർക്ക് നേരെ ആയത്തിനർത്ഥം വെച്ചു. അതിൽ നിങ്ങൾ ഒരു ആശയം കണ്ടുപിടിച്ചു. ആശയം എന്താ? ഇതന്നെ അവരോട് വിളിച്ചു തേടാന്നുള്ളത്. അവരോട് വിളിച്ചു ചോദിക്കാൻ ഖുർആൻ പറഞ്ഞ 1200 കൊല്ലമായിട്ട് പഴക്കമുള്ള മുഫസ്സിറുകൾക്ക് മനസ്സിലാകണ്ടേ? അവരാരും രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. അവരാരും രേഖപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ എപ്പോഴും പറയണതല്ലേ ഓല് പറയണ വ്യാഖ്യാനം പോലെ നമ്മളെ പാടുള്ളൂ നിങ്ങൾ എപ്പോഴും പറയണതല്ലേ? ഇങ്ങനത്തെ ഘട്ടം വരുമ്പോ നിങ്ങൾ തോന്നിയ മാതിരി നിങ്ങൾ പറയുകയും ചെയ്യാം. അതെങ്ങനെ നടക്കുക? ഏത് വ്യാഖ്യാനത്തിനെതിരാണ് നമ്മൾ പറഞ്ഞത്? മരിച്ചു പോയ മഹാത്മാക്കളോട് ഏകപക്ഷീയമായി ചോദിക്കാം എന്ന് ഏതെങ്കിലും മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടോന്നാ ചോദിച്ചേ. അതിപ്പോ നിങ്ങൾ ഏകപക്ഷീയം എന്ന് പറഞ്ഞാൽ എപ്പോഴും ചോദിക്കാം. അത് തന്നെ എപ്പോഴും ചോദിക്കാം. അത് തന്നെയാണ്. അങ്ങനെ ഏത് മുഫസ്സിർ അവിടെ പറഞ്ഞത്? അങ്ങനെ ഒരു മുഫസ്സിർ പറഞ്ഞു കൊള്ളണം എന്നൊരു നിബന്ധന ഇല്ലേ ഇല്ല. അതാണ് ഒന്നാമത്തെ മുന്നോട്ട്. തിരിച്ചിട്ട് കാര്യമില്ല. കാരണം അല്ലാഹു തആല പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറം ഒരു മുഫസ്സിർ പറയേണ്ടതില്ല. വഅലമു ഉമ്മത്ത മുഹമ്മദ്. ഒരു ഉദാഹരണം പറയാം വേഗം തിരിയാൻ വേണ്ടിയിട്ട്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാകുന്നു. ഇത് ഖുർആനിൽ പറഞ്ഞതാ. അപ്പൊ ഇനി ഒരാൾ പറയാം അത് പോരാ, അല്ലാഹു ഒരുവനാണ് എന്നതിന് ഏതെങ്കിലും ഒരു മുഫസ്സിർ ഇതിന്റെ ചുവട്ടിൽ പറഞ്ഞെങ്കിലേ അത് തെളിവാവൂ എന്ന് പറയുന്നവനേക്കാളും വഴിപിഴച്ചവൻ വമൻ അളല്ലു മിമ്മൻ യഖൂലു ഹക്കദാ. ഇത് പറയുന്നവനേക്കാളും വഴിപിഴച്ചവർ ആരാ? ഞമ്മക്ക് പറയാനുള്ളതാ. ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുർആൻ പറഞ്ഞു അല്ലാഹു ഒരുവനാണ് എന്ന് നബിയെ തങ്ങൾ പറയണമെന്ന്. അത് മതി മുഅ്മിനീങ്ങൾക്ക്. ഞാൻ അതിലപ്പുറം വേറൊന്നും വേണ്ട. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു പറഞ്ഞ റെഡിയാണ്. അതിലപ്പുറം വേറൊന്നും വേണ്ട. അല്ലാഹു പറഞ്ഞു ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പൊ പറയാം മുജാഹിദിന്റെ ഭാഗം അങ്ങനെ പോരാ, പിന്നെ എന്ത് വേണം? അല്ലാഹു അഹദ് എന്ന് അല്ലാഹു പറഞ്ഞാ പോരാ, ഒരു മുഫസ്സിറും കൂടി പറയണം എന്നൊരു വാദം ഇസ്ലാമിൽ ഇല്ല. പിന്നെയോ ഞങ്ങൾ ഈ പറഞ്ഞ അർത്ഥവും പദവും ഈ ആശയവും ഈ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾക്ക് ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം, അത് നിങ്ങൾക്ക് ഉദ്ധരിക്കാം. നിങ്ങൾ കുറെ കാലമായി മുജാഹിദുകൾ പറയുന്നത് എന്താ? മഹാത്മാക്കളായ അമ്പിയാക്കൾ ഔലിയാക്കൾ മരണപ്പെട്ടുപോയ മഹത്തുക്കളെ വിളിക്കൽ ശിർക്കാകുന്നു എന്ന് കുറെ കാലായി നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്. അത് ശിർക്കാണ് എന്ന് പറയുകയാണെങ്കിൽ ഈ ആയത്ത് മുജാഹിദുകളുടെ നെഞ്ചിന് തറക്കുന്ന അമ്പ് എന്ന് പറഞ്ഞാൽ പോരാ, അത് അവരിലേക്ക് യുദ്ധോപകരണമായ കുന്തായിരിക്കും. അത്രയും അവരെ ഭീതിപ്പെടുത്തുന്ന ആയത്താണത്. എന്തുകൊണ്ട്? മരണപ്പെട്ടുപോയ നിങ്ങളെ മുമ്പ് അള്ളാഹു നിയോഗിച്ച മുർസലുകൾ അവരോട് തങ്ങൾ ചോദിക്കൂ എന്ന് പറയുമ്പോ ഈസാ നബി അലൈഹിസ്സലാം അല്ലാത്ത അമ്പിയാക്കൾ അല്ലേ, അവരിൽ പല അമ്പിയാക്കളും മരണപ്പെട്ടു പോയവരാണ്. അവരോട് ചോദിക്കൂ നബിയെ എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. മഹാത്മാക്കളോട് ചോദിക്കൽ ശിർക്കാണെങ്കിൽ അള്ളാഹു ഇങ്ങനെ പറയോ? പറയില്ല.
അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വാദത്തിനെ പൊളിച്ചടുക്കുന്ന ഒരായത്താണിത്. സ്വാഭാവികമായും അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു അസ്വാരസ്യം ഉണ്ടാവും. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഓരോ ആയത്തിന്റെ അർത്ഥവും അള്ളാഹു പച്ചയായി ഇങ്ങോട്ട് പറഞ്ഞാല് അതിന് പച്ചയായി നമ്മൾ മാത്രം പറഞ്ഞാൽ പോരാ, മുഫസ്സിറുകളും കൂടി പറയണം എന്ന് പറയുന്ന മുജാഹിദുകൾ നിങ്ങൾ ഓർക്കണം. അത് പറയുന്ന മുജാഹിദുകൾ പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾക്ക് നമ്മൾ മുഫസ്സിറുകൾ പറയുന്ന അർത്ഥങ്ങൾ പറഞ്ഞാൽ പോരാ, മുഫസ്സിർ പറഞ്ഞു നടക്കട്ടെ, അള്ളാഹു എന്താ ഖുർആനിൽ പറഞ്ഞത്. അപ്പൊ കണ്ടോ, മടക്കനമ്മ ചവിട്ടിയ ബാദിരിയ പോലെ സ്വഭാവം. ഇവിടെയാണ് ചവിട്ടുമ്പോ അവിടെയാണ് പൊന്തും, അവിടെയാണ് ചവിട്ടുമ്പോ ഇവിടെയാണ് പൊന്തും. അത് ഇവിടെ നടക്കൂല. അത് നടക്കണ കുറെ സദസ്സുകൾ വേറെ ഉണ്ട്, അവിടേക്ക് പോകാം. അതാണ് ആ ചോദ്യത്തെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. കൊടുത്തോളൂ, മൈക്കൊടുത്ത്. അപ്പോ പരിശുദ്ധ ഖുർആനിലെ ആശയ ആദർശങ്ങൾ മനസ്സിലാക്കാൻ തഫ്സീറിന്റെ ഒന്നും ആവശ്യമില്ല. ഇഷ്ടംപോലെ ആവശ്യമുണ്ട്. അപ്പൊ ഈ ആയത്തിനോ ഞങ്ങൾ ഈ ആയത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. 98 കൊല്ലായിട്ടുണ്ടായ നിങ്ങൾ പറയുന്നത് കേൾക്കണം. മുജാഹിദ് 1200 കൊല്ലായിട്ട് തഫ്സീറോ മുഹദ്ദിസുകളോ മുഫസ്സിറുകളോ പറഞ്ഞത് നിങ്ങൾക്ക് ബാധകല്ല. നിങ്ങളെ ഒറിജിനൽ സ്വഭാവം ഇവിടെ പുറത്തിയാടി. നിങ്ങളെ ഒറിജിനൽ സ്വഭാവം ഇവിടെ പുറത്തിയാടി. ആ ചാടി ഒരു കിതാബ് കൊണ്ടുവന്നില്ല, ഒറ്റ കിതാബ്. ഇത് മരിച്ചവരോട് തെളിവാണ്, ഇത് മരിച്ചവരോട് തേടാം എന്ന് പറഞ്ഞ ഒരു കിതാബ് തന്നാ മതി. നിങ്ങളെ അവൻ പറയും. അപ്പൊ നിങ്ങളെ ഒറിജിനൽ സ്വഭാവം പുറത്തിയാടി. നിങ്ങൾ പറഞ്ഞില്ലേ ഖുർആനിലെ ആശയാദർശങ്ങൾ മനസ്സിലാക്കാൻ മുഫസ്സിറുകളുടെ ആവശ്യം ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ തുടക്കത്തിലേതാ പറഞ്ഞത് മുഫസ്സിറിന്റെ ആവശ്യമല്ല. നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു. നിങ്ങൾ എണീറ്റിട്ട് ഫസ്റ്റില് തുടക്കത്തിൽ അതാ